ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം അതിനായിട്ട് നന്നായിട്ട് പഴുത്ത 2 പഴം, വലിയ പഴം എടുക്കുന്നുണ്ട്. അതൊന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു 5-6 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. നന്നായിട്ട് പഴുത്ത തന്നെ എടുക്കുക. എന്നിട്ട് ആവി കയറ്റിയതിന് ശേഷം അതിൻ്റെ തൊലിയെ കളഞ്ഞിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനിതാ 1/2 കപ്പ് ചൊവ്വരി 1 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കുക. അതിലേക്കൊരു പിഞ്ചളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കുക കേട്ടോ ഇത്. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കുക. ഇനി അതിന് ശേഷം 2 അച്ച് ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽറ്റാക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് മാറ്റി വെക്കുക. ഇതൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് മാത്രം ചെറിയ ജീരകവും 1 കപ്പ് തേങ്ങയും ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. അതും അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി പഴത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് വറുത്ത് വെച്ച തേങ്ങ ആദ്യം ചേർത്ത് കൊടുക്കുക. ഇനി ഇതേ പാനിലേക്ക് തന്നെ റെഡിയാക്കി വെച്ച ശർക്കര പാനിയില്ലേ അത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് റെഡിയാക്കി വെച്ച ചവ്വരി ഇട്ട് കൊടുക്കുക. ഒന്ന് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായും പഞ്ചസാരയും ചേർത്തിട്ട് പൊടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ, പഴം, അരിപ്പൊടിയിൽ മിക്സില്ലേ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ മാവ് ലൂസാണെങ്കിൽ ഇതിലേക്ക് വീണ്ടും അരിപ്പൊടി ചേർത്തൊന്ന് ടൈറ്റ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യ് ആക്കി കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് റോളാക്കിയിട്ട് നമുക്ക് എത്രയും വലിപ്പം വേണ്ടതിനനുസരിച്ച് എടുക്കുക. ഇനി ഞാനിത് റെഡിയാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലാണ്. അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ റെഡിയാക്കി വെച്ച ബോളും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു വശം 2 മിനിറ്റും അതേപോലെ തിരിച്ചിട്ടെടുക്കുമ്പോൾ 2 മിനിറ്റും വേവിച്ചെടുക്കുക. എന്നിട്ട് 4 സൈഡും ഇതേപോലെ മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ സ്നാക്കാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സിമ്പിൾ സ്നാക്കാണ്. ഇത് കുട്ടികൾക്ക് സ്നാക്കിന് കൊടുത്തയക്കുക, ഈവനിങ്ങിന് കൊടുക്കുക, രാവിലെയും കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ മറക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, അതേപോലെ നല്ല ചൂടുമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാനതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നിങ്ങൾക്ക് ഉള്ളിൽ എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും. നല്ല തേങ്ങൻ്റെയും പഴത്തിൻ്റെയും അതേപോലെ ചൊവ്വരുടെയൊക്കെ നല്ല ടേസ്റ്റ് ഇതിലുണ്ട്.